സാക്ഷാൽ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിഴലുണ്ടെന്ന് പറഞ്ഞ ആൾ, അള്ളാഹുവിന്റെ റസൂലിന്റെ കോലത്തിൽ പിശാച് സ്വപ്നത്തിൽ വരുമെന്ന് പറഞ്ഞ ആൾ, ഇസ്തിഗാസ അള്ളാന്റെ റസൂല് സഹായിച്ചു എന്ന് പറയുന്നത് അദബുകേടാണ് എന്ന് പറഞ്ഞ വ്യക്തി, ആ വാചകം ശരിയായ അദബല്ല എന്ന് പറഞ്ഞ ആൾ, വാപ്പ അവശനായ കുഴഞ്ഞു കിടക്കുന്ന വാപ്പയെ പോലെയാണ് നമ്മുടെ കരളിന്റെ കഷ്ണമായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞ ആ വ്യക്തി, അയാൾ കഴിഞ്ഞ പ്രഭാഷണത്തിൽ ആദർശയാത്രയിലെ പ്രസംഗം എന്താ ഇപ്പോ ലേറ്റസ്റ്റ് പ്രസംഗം അതിലെന്താ പറയുന്നതെന്നറിയോ? ഞങ്ങൾക്കെല്ലാം കിട്ടുന്നത് മടവൂരിൽ നിന്നാണെന്നോ, ഞങ്ങൾക്കെല്ലാം കിട്ടുന്നത് മുഹിയദ്ദീൻ ശൈഖിൽ നിന്നാണെന്നോ, അങ്ങോട്ടുമുണ്ട്, ഇവിടെ ഒന്നും നിന്നിട്ടില്ലേ, അങ്ങനെ പോവാൻ, മുഹിയദ്ദീൻ ശൈഖിൽ നിന്നാണെന്നോ ഒരു സുന്നിയും വിശ്വസിക്കുന്നില്ല. ഓ, ഇവനെ ഏൽപ്പിച്ചതാണല്ലോ അഹ്ലുസുന്നയുടെ വാദം പറയാൻ. കടുത്ത വഹാബിയെ ആരെങ്കിലും സുന്നി ആശയം പറയാൻ ഏൽപ്പിക്കുമോ? എന്തൊരു അഹങ്കാരം! അദ്ദേഹം പറയുന്നത് കേട്ടോളൂ. എന്ത് ഗുണം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെങ്കിലും അത് അല്ലാഹുവിങ്കൽ നിന്നാണ്. സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസമാണ് ഞാൻ പറയുന്നത്. ചിലര് അവരുടെ നേതാക്കൾ പറഞ്ഞു പറ്റിച്ചു. അവര് പറയും സുന്നികളെ വിശ്വാസം എന്ന് പറഞ്ഞാൽ എല്ലാം കിട്ടുന്നത് CM വലിയുള്ളാഹിൽ നിന്നാണ്, അല്ലെ എല്ലാം കിട്ടുന്നത് മുഹീദ്ദീൻ ശൈഖിൽ നിന്നാണ്. ഇങ്ങനെയൊക്കെയാണ് സുന്നികളുടെ വിശ്വാസം. സുന്നികളുടെ വിശ്വാസം ഞാനിപ്പോ പറഞ്ഞതാ. എല്ലാ മുഹീദ്ദീൻ ശൈഖിന് കിട്ടുന്നതും, എല്ലാ CM വലിയുള്ളാഹിക്ക് കിട്ടുന്നതും, എല്ലാ അമ്പിയാക്കൾക്ക് കിട്ടുന്നതും, ഏത് മലക്കിന് കിട്ടുന്നതും എല്ലാം അല്ലാഹുവിന്റെ നിയന്ത്രണത്തെ വിധേയമായി അവൻ കൊടുക്കുന്നതല്ലാതെ ആർക്കും ഒന്നുമില്ല. പൂർണ്ണ നിയന്ത്രണമുള്ളവൻ അല്ലാഹു മാത്രം. അതേ മുൻഫരിദും ബിൽ ഖൽഖി. നിങ്ങൾ മനസ്സിലാക്കണം, ഇയാളിവിടെ സുന്നികളെ വിശ്വാസമല്ല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞേതാ എല്ലാ നിഅമത്തും മടവൂര് ശൈഖിൽ നിന്നാണ്, എല്ലാ നിഅമത്തും മുഹയ്യദ്ദീൻ ശൈഖ് തങ്ങളിൽ നിന്നാണ് എന്ന് പറയുന്നത് സുന്നികളുടെ വിശ്വാസമല്ല. അവിടെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, ഇത് തന്നെയല്ലേ ഹുസൈൻ സലഫി നേരത്തെ പറഞ്ഞത്, രണ്ടും കഠിന വഹാബികളല്ലേ എന്ന അഹ്ലുസുന്നയുടെ വിശ്വാസം 3 സ്റ്റെപ്പിലായി ഞാൻ പറയാം. ഒന്ന്, ലോകത്തുള്ള സർവ്വ നിഅമത്തുകളും അല്ലാഹുവിൽ നിന്നാണ്. അതാണ് ഞാൻ ഓതിയ ആയത്ത്, വമാ ബിക്കും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്. ഏത് അനുഗ്രഹം നിങ്ങൾക്ക് നൽകപ്പെടുന്നുണ്ടെങ്കിലും അല്ലാഹുവിൽ നിന്നാണ്. അപ്പൊ അല്ലാഹുവിൽ നിന്നല്ല, മടവൂരി ശൈഖിൽ നിന്നാണ് എന്ന് ആരും പറഞ്ഞു ഉണ്ടാക്കണ്ട. അങ്ങനെ ഒരു സുന്നിയും വിശ്വസിക്കൂല. അല്ലാഹുവിൽ നിന്നാണ് എന്ന് തന്നെയാണ് വിശ്വാസം. പോരാ, അങ്ങനെ വിശ്വസിച്ചതുകൊണ്ട് സുന്നിയാവൂല. പിന്നെയോ, അല്ലാഹു അവന്റെ ആ നിഅമത്തുകൾ, നിഅമത്ത് എന്നതിൽ പെട്ടതാണ് നമ്മൾ കുടിക്കുന്ന വെള്ളം, ശ്വസിക്കുന്ന വായു, നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യം, ഇതെല്ലാം അല്ലാഹു കൊടുക്കുന്നത് ഖലീഫത്തുൽ അഅ്ലമായ മുഹമ്മദുർ റസൂലുള്ളാഹ്. അതാണ് ഞാൻ ഇബ്നു ഹജർ തങ്ങളെ കിതാബ് എടുത്തത്. സുന്നികളെ വിശ്വാസം ഹുവൽ ഖലീഫത്തുൽ അഅ്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ പ്രതിനിധിയാണ്. അനില്ലാഹി ഫി ജമീഇ ശുഊനിഹി. ഏതെങ്കിലും ഒന്നോ രണ്ടോ കാര്യത്തിലല്ല, എല്ലാ കാര്യത്തിലും അല്ലാഹുവിന്റെ ഖലീഫയാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഭക്ഷണങ്ങൾ വിതരണം ചെയ്യുന്നു. ഭക്ഷണം എന്നല്ല, അല്ലാഹുവിന്റെ കൊടുതികൾ മുഴുവനും, വൽ ഉലൂം വൽ മആരിഫ് വത്ത്വആത്ത്, ഇതൊക്കെ കൊടുക്കുന്നത് ആരിലൂടെയാണ്? മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിങ്ങനെ പറഞ്ഞിട്ട്, ഫകുല്ലു മാ ളഹറ ഫീ ഹാദൽ ആലം ഫഇന്നമാ യുഅതീഹി മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്ത് അല്ലാഹു നൽകുന്ന എല്ലാ വസ്തുക്കളും റസൂലിലൂടെയാണ് കൊടുക്കുന്നത്. ഫലാ യഖ്റുജു മിൻഹാ ശൈഉൻ ഇല്ലാ അലാ യദൈഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലിലൂടെ അല്ലാതെ ഇവിടെ ഒന്നും വിതരണം ചെയ്യുന്നില്ല. രണ്ടാമത്തെ പോയിന്റ്. അപ്പൊ സുന്നികളുടെ വിശ്വാസം എന്താ? സുന്നികളുടെ വിശ്വാസം അള്ളയാണ് കൊടുക്കുന്നത്,
അല്ല കൊടുക്കുന്നു, റസൂല് വിതരണം ചെയ്യുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെയാണ് എല്ലാ വസ്തുക്കളും ആളുകളിലേക്ക് എത്തുന്നത്. പോരാ, മൂന്നാമത്തെ ഒരു ഭാഗമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റഫീഖുൽ അലയിലേക്ക് നീങ്ങിയതിന് ശേഷം റസൂലുള്ളാഹിന്റെ ഒരു ഖലീഫ, അള്ളാഹിന്റെ റസൂലിന്റെ ഒരു പ്രതിനിധി ലോകത്തുണ്ടാകും. അവരാണ് അൽ ഖുതുബ്. അവരാണ് ആര്? അൽ ഗൗസ്. അഖ്താബീങ്ങളെ വരെ നിയന്ത്രിക്കുന്ന അൽ ഗൗസും അൽ ഖുതുബും അവർ ഓരോ കാലഘട്ടത്തിലുണ്ടാവും. അവരാണ് നായിബു റസൂലില്ലാഹ്. നായിബു റസൂലില്ലാഹ് അത് റസൂല് വരുന്നതിന് മുമ്പുണ്ട്. അത് അമ്പിയാക്കളാണ്. ഇബ്രാഹിം നബിയെ പോലെ, സുലൈമാൻ നബി അലൈഹിസ്സലാമിനെ പോലെ. റസൂലുള്ളാഹിക്ക് ശേഷം അത് അഖ്താബീങ്ങളാണ്. ആ അഖ്താബീങ്ങളെ എല്ലാം നിയന്ത്രിക്കുന്ന അൽ ഖുതുബുണ്ടാകും. ആ അൽ ഖുതുബിന്റെ പര്യായ പദമാണല്ലോ ഖുതുബുൽ ആലം. അതാണ് ഞങ്ങളെ ശൈഖുന പറഞ്ഞത്, അന ഖുതുബുൽ ആലം. മനസ്സിലായോ? അങ്ങനെയുള്ള ഖുതുബിലൂടെയാണ് അക്കാലത്തുള്ള ആളുകൾക്ക് സർവവും വിതരണം ചെയ്യുന്നത്. വലിയ വലിയ കിതാബൊന്നും നോക്കി അടങ്ങാറാകണ്ട. പള്ളി ദർസിലില്ലേ മിഷ്കാത്ത്, ആ മിഷ്കാത്തിന്റെ ശറഹില്ലേ മുല്ലാ അലിയുൽ ഖാരി തങ്ങളുടെ മിർഖാത്ത്, അതിലുണ്ട് ഇത് പറയുന്നു. ശൈഖ് സക്കരിയ അൽ അൻസാരി തങ്ങൾ പറയുകയാണ്, അൽ ഖുതുബ് അൽ ഗൗസ് എന്നൊക്കെ പറഞ്ഞാൽ ഹുവൽ വാഹിദുല്ലദീ ഹുവ മഹല്ലു നദറില്ലാഹി തആല മിനൽ ആലം ഫീ കുല്ലി സമാൻ. ഈ ഏത് കാലത്തും അള്ളാഹു പ്രത്യേകം നോക്കുന്ന, അള്ളാഹു നോക്കുന്ന സ്ഥലമാണ് അള്ളാഹുവിൻ്റെ ആ അൽ ഖുതുബ് എന്ന് പറയുന്ന പ്രതിനിധി. നളറൻ ഖാസൻ, പ്രത്യേക നോട്ടം. യതറത്തബു അലൈഹി ഇഫാദത്തുൽ ഫൈളി വസ്തിഫാദത്തുഹു. അവരിലൂടെയാണ് അല്ലാഹു അക്കാലത്തുള്ളവർക്ക് സർവവും വിതരണം ചെയ്യുന്നത്. ഫഹുവൽ വാസിതതു ഫീ ദാലിക ബൈനല്ലാഹി തആല വബൈന ഇബാദിഹി. അല്ലാഹുവിന്റെയും അവന്റെ അടിമകളുടെയും ഇടയ്ക്കുള്ള മധ്യവർത്തിയാണ് ഓരോ കാലത്തുമുള്ള അൽ ഖുതുബ്. ഫയുഖസ്സമുൽ ഫൈദുൽ മഅനവിയ്യു അലാ അഹ്ലി ബിലാദിഹി ബിഹസബി തഖ്ദീരിഹി വമുറാദിഹി. ഏത് കാലഘട്ടത്തിലും ആ കാലഘട്ടത്തിലുള്ള ജനങ്ങൾക്ക്, എല്ലാ ജീവജാലങ്ങൾക്കും ജീവമില്ലാത്തവർക്കും എന്തെല്ലാം നിഅമത്ത് അല്ലാഹു നൽകുന്നുണ്ടോ ആ അൽ ഖുതുബിലൂടെയാണ് അല്ലാഹു അത് നിയന്ത്രണം ചെയ്യുക. നിയാബതൻ അൻ റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ പകരക്കാർ, ഖലീഫ എന്ന നിലക്ക്. അങ്ങനെ ലോകത്ത് വന്ന ഖലീഫയാണ് ബഹുമാനപ്പെട്ട ശൈഖ് അബ്ദുൽ ഖാദിറുൽ ജീലാനി. അതാണ് അവിടുന്ന് പറഞ്ഞത്, ശഹിദു ബി അന്നല്ലാഹ മൗലൽ വിലായതി വഖദ് മന്ന ബിത്തസ്രീഫി ഫീ കുല്ലി ഹാലതി. എല്ലാ അധികാരങ്ങളും നിയന്ത്രണങ്ങളും അല്ലാഹു എനിക്ക് തന്നിട്ടുണ്ട്. ഞാനാണ് എൻ്റെ അധികാരി, ഞാൻ വിതരണം ചെയ്യുകയാണ് ഓരോരുത്തർക്കും. എല്ലാ കാലഘട്ടത്തിലും അവരുണ്ടാകും. അങ്ങനെ ലോകത്ത് വന്ന അഖ്താബീങ്ങളിൽ ഈ അടുത്ത കാലത്ത് ആ അധികാരിയായി വന്ന അൽ ഖുതുബാണ്, അൽ ഗൗസാണ്, ഖുതുബുൽ ആലമാണ് ശൈഖ് മടവൂർ ഖദ്ദസല്ലാഹ്. ആ മടവൂർ ശൈഖുനയുടെ വഴിയിൽ ഇന്നുമുണ്ട് അൽ ഖുതുബ്, ഇന്നുമുണ്ട് ഖുതുബുൽ ആലം, ഇന്നുമുണ്ട് സ്വാഹിബുൽ ഹസ്ർ, ഇന്നുമുണ്ട് ഈ പറയുന്ന മഹാന്മാർ സ്വാഹിബുൽ വഖ്ത്. അവരിലൂടെയാണ് അല്ലാഹു ലോകത്തുള്ളതൊക്കെ സപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അല്ലാഹുവാണ് മുഴുവൻ തരുന്നത് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അള്ളാഹുവിന്റെ റസൂല് മുത്ത് റസൂലിലൂടെയാണ് എല്ലാം എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആ അള്ളാഹുവിന്റെ റസൂലിന്റെ ഖലീഫയായി വരുന്ന മുഹയ്യദ്ദീൻ ശൈഖിലൂടെ, മടവൂർ ശൈഖുനയിലൂടെ, ആ വഴിയിലുള്ള അഖ്താബീങ്ങളിലൂടെയാണ് എല്ലാ നിഅമത്തും അള്ളാഹു വിതരണം ചെയ്യുന്നത് എന്ന് വിശ്വസിക്കുന്നവരാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ. നിങ്ങൾ ഏത് സുന്നിയാ പഠിച്ച് നേരെ റബ്ബിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. അതിൻ്റെ അടിയിൽ വിലക്കുണ്ട്. മരിപ്പിക്കാന്ന് പറഞ്ഞാലേ അല്ല വന്ന് നേരെ കണ്ട് മരിപ്പിക്കലല്ല, അതിന് ആളുണ്ട് ഇവിടെ, ഏൽപ്പിക്കപ്പെട്ട മലക്കുണ്ട് ഇവിടെ. ഒരു ചെടി മുളക്കണമെങ്കിൽ ആ ചെടി മുളക്കുന്നതിൻ്റെ പിന്നിൽ ഏൽപ്പിക്കപ്പെട്ട ആളുണ്ട് ഇവിടെ. എന്താ നിങ്ങൾ മനസ്സിലാക്കി? അള്ളാന്റെ ജലാലിയത്തെങ്കിലും പഠിക്കണ്ടേ? അള്ളാരാന്ന് പഠിക്കണ്ടേ? അപ്പോൾ ഇതൊക്കെ നിഷേധിച്ചുകൊണ്ടുള്ള ആദർശ പ്രഭാഷണം, ആദർശം യാത്രയായ, അങ്ങനെയാണല്ലോ ഇപ്പൊ സംഭവിച്ചത്. മാത്രമല്ല